ക്രിമിനൽ കേസുകളിൽ പ്രധാനമായും 5 ഘട്ടങ്ങളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ്. ഒരു കുറ്റകൃത്യം സംഭവിച്ചു കഴിയുമ്പോൾ പോലീസ് ആ കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇടും. അതാണ് നമ്മൾ കേസ് എന്ന് പറയുന്നത്. ഈ FIR ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിക്ക് ജാമ്യം കൊടുക്കാമോ കൊടുക്കാതിരിക്കാമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യത്തിനു വേണ്ടി ഈ കേസിൽ പ്രതിയായ വ്യക്തി ശ്രമിക്കും. അപ്പോൾ ആ സ്റ്റേജിനെ നമ്മൾ ബെയിൽ സ്റ്റേജ് എന്ന് പറയും, ജാമ്യത്തിൻ്റെ സ്റ്റേജ് എന്ന് പറയും. ഈ ജാമ്യം കിട്ടി അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത സ്റ്റേജിൽ പ്രതിക്ക് ജയിലിൽ പോകേണ്ടി വരും. പിന്നീടായിരിക്കും ഒരു പക്ഷേ ജാമ്യം ലഭിക്കുക. ഈ സ്റ്റേജിൽ തന്നെ ഒരു പക്ഷേ ചാർജ് കൊടുത്തിരിക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ചാർജ് കൊടുത്തിട്ടുണ്ടാകാം. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രയൽ സ്റ്റേജാണ്. ട്രയൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കിട്ടിയ രേഖകളും തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം കൂട്ടിവെച്ച് കോടതിയിൽ തെളിവെടുപ്പ് നടക്കും. ആ തെളിവെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അതേ ഇതിൽ തന്നെ വാദപ്രതിവാദങ്ങൾ നടക്കും. പ്രോസിക്യൂഷനും അതുപോലെ പ്രതിഭാഗം വക്കീലും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തും. അതിനുശേഷം 5ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കും. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ലഭിച്ച തെളിവുകളും സാക്ഷികളും അതിൻ്റെ മൊഴികളും എല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതി പ്രതിയെ ശിക്ഷിക്കേണ്ട ആളാണോ അതോ പ്രതിയെ അക്യൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കേണ്ട ആളാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം കേസ് അവിടെ തീർപ്പാക്കും. അങ്ങനെയാണ് ക്രൈം കേസിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ ഉള്ള 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ.